എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് കേറി കിടക്കാനായിരിക്കും. സമയം എത്രയെന്നറിയോ മൂപ്പർക്ക്? എന്റെ അല്ലോ, ഇതുപോലത്തെ ഒരു മടിയൻ. വന്നു വല്ലതും തിന്നു കുടിച്ച് പോയി കിടക്ക്, ഉറങ്ങ്, എന്താ വെച്ചാ ചെയ്. ബാക്കിയുള്ളവർക്ക് വേറെ പണിയുണ്ട്. വരി. മനുഷ്യനെ ദ്രോഹിക്കുന്നതിന്റെ അതിലൊക്കെ ഉണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പേ വിളിച്ചുണർത്തും. ഇന്ന് പാടത്ത് പണിക്കാരൊന്നുമില്ലല്ലോ. അയ്യടാ, പാടത്ത് പണിക്കാരുണ്ടെങ്കിൽ മല മറിക്കും. ദീവിക്കിപ്പോ ബാപ്പ സുൽത്താൻ വരുന്നതിന്റെ ഗമയായിരിക്കും. നസീമ, നമ്മുടെ വീടിന്റെ പടിഞ്ഞാറപ്പുറത്തെ വിൽക്കാൻ വെച്ച സ്ഥലം സുൽത്താൻ വാങ്ങാനിരിട്ടുണ്ട്. പാവം, ആ അറബി നാട്ടിൽ കിടക്കണ എന്റെ ബാപ്പാനെ സുൽത്താൻ സുൽത്താൻ എന്ന് വിളിച്ച് കളിയാക്കണ എന്തിനാ? ബാപ്പ വന്ന് കച്ചവടം നടന്ന സഫിയന്റെ കല്യാണം നല്ല ജോറായിട്ട് നടത്താലോ. നീ ആ പെണ്ണിനെ സ്നേഹിച്ച് വഷളാക്കുന്നുണ്ട്. ഒന്നുമില്ലാത്ത കുട്ടിയാ. ഇക്കുറി ബാപ്പ വരുമ്പോ എന്നെയും കൂടി ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു ചോദിച്ചു നോക്കണം. ഓ, പലതും പറഞ്ഞോ? എന്താ ഇപ്പോ പുതിയ ഓരോ തോന്നല്? എത്രയെന്ന് വെച്ചാ കുട്ട, ഒരു ജോലിയും വരുമാനം ഒന്നുമില്ലാതെ ഇങ്ങനെ? ഇത് ഭയങ്കര ബോറാ. ജോലി കിട്ടാഞ്ഞിട്ടല്ലോ. ബാപ്പയും മോനും കൂടെ തറവാടിന്റെ മഹിമയും പറഞ്ഞ് വേണ്ടെന്ന് വെച്ചല്ലേ. ട്രാൻസ്പോർട്ട് ബസിന്റെ കമ്പിയിൽ തൂങ്ങി കണ്ടക്ടർ പണിയെടുക്കുന്നത് തറവാടിന്റെ മാനക്കേടാണെന്ന് പറഞ്ഞു. ചെറുപ്പം മുതലേ ബാപ്പാനെ ധിക്കരിച്ച് ഒരു വാക്ക് പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ഗൾഫിൽ പോണ കാര്യമൊന്നും പറയരുത്, എനിക്കിഷ്ടമല്ല. അപ്പൊ ഞാനൊരു ജോലിയില്ലാതെ എന്നും ഇങ്ങനെ? അതൊക്കെ ഉണ്ടായിക്കോളും. തൽക്കാലം ബാപ്പാനെ അനുസരിച്ച് തറവാടിന് പേരുദോഷം ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് ഉള്ള പുട്ടും കടലയൊക്കെ തിന്ന് ഇങ്ങനെ ജീവിച്ചു പോയാ മതി കേട്ടോ. പൊടിയുള്ളത് കണ്ടപ്പോ ഒന്ന് നിർത്തിയെന്ന് മാത്രം. പോട്ടെ. കാരണവന്മാര് തമ്മിൽ പറഞ്ഞുറപ്പിച്ച നമ്മുടെ വിവാഹം ആണല്ലോ. കല്യാണത്തിന് മുമ്പ് ഒന്ന് കണ്ട് രണ്ടു വാക്ക് സംസാരിച്ചു എന്ന് വെച്ച് മാന ഇടിഞ്ഞു വീഴുവോ? സഫിയ, പോന്നിട്ട് എത്ര നേരം ഇവിടേക്കാ? പിന്നെ നസീമാന്റെ ബാപ്പ ഗൾഫിൽ നിന്ന് വരുന്നു.